ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്വന്തം ജെറിബ്രാൻഡ്. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയും പല ഇടങ്ങളിൽ വെള്ളക്കെട്ടൊക്കെ അറിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വയനാട്ടിൽ വലിയൊരു അപകടമാണ് നടന്നത്. അപ്പോൾ ഒരുപാട് സഹോദരങ്ങൾക്ക് വീടും കാര്യങ്ങളൊക്കെ നഷ്ടമാവുകയും പിന്നെ ഒരുപാട് സഹോദരൻ മരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു അവസരത്തിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സന്തോഷിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളവരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് പറ്റാവുന്ന ഒരു ചെറിയൊരു സഹായം അവർക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നത് ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് നമ്മുടെ നാടൻ പഴങ്കഞ്ഞി. നല്ല നാടൻ പഴങ്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴങ്കഞ്ഞിയാണ് കേട്ടോ. പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് റെസിപ്പി പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. 2 കപ്പോളം വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. മട്ടനരി തന്നെ ഇതിന് എടുക്കണം. നല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ മട്ടരി തന്നെ വേണം. വെള്ളരി ആണെങ്കിൽ വണ്ണം വെക്കാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ വെള്ളരി കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കിട്ടാ. അതിലോട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. ഇത് തലേദിവസം രാത്രിയിൽ ചെയ്ത് വയ്ക്കണം. രാവിലെയാണ് നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ചുവന്നുള്ളി, കാന്താരിമുളക്, ഇഞ്ചി, വേപ്പില എന്നിവ നന്നായിട്ട് ചതച്ചെടുക്കണം. 4 കൂടി ഒരുമിച്ച് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കായിട്ടാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4 കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് വേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി എടുക്കാം കേട്ടോ. തലേ ദിവസത്തെ പഴങ്കഞ്ഞി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി, കാന്താരി, ഇഞ്ചി, വേപ്പിൻ്റെ ഇല എന്നിവ ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നല്ല അടിപൊളി കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ തൈര് ചേർക്കാം കേട്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാറും പിന്നെ തലേദിവസം വെച്ച നല്ല അടിപൊളി മീൻകറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചോന്ന കളർ അങ്ങോട്ട് വരുമ്പോണ്ടല്ലോ, എൻ്റെ മച്ചാന് എന്ത് രസമാണെന്നറിയോ. കാണുമ്പോൾ തന്നെ കൊതിയാവണ് കഴിക്കാനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കണം. അപ്പോൾ ദേ നമ്മുടെ നാടൻ പഴങ്കഞ്ഞി നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ.
നമ്മുടെ പഴങ്കഞ്ഞി നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.